എത്ര വിദഗ്ധമായി കൊലപാതകം നടത്തിയാലും തെളിവുകൾ എങ്ങനെയൊക്കെ നശിപ്പിച്ചാലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നതാണ് കുറ്റകൃത്യങ്ങളുടെ ചരിത്രം. കണ്ണൂർ ഇരിക്കൂർ കുഞ്ഞാമിന കൊലക്കേസിനും അങ്ങനെ ഒരു കഥ പറയാനുണ്ട്. കുഞ്ഞാമിന കൊല്ലപ്പെട്ട് 10 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ച് കേസിലെ 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. മാസങ്ങളും വർഷങ്ങളും നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഉജ്ജയിനിൽ ഒളിവിൽ കഴിയുന്നതിനിടെ മധ്യപ്രദേശ് പോലീസിന്റെ സഹായത്തോടെ മുഖ്യപ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായ ഡൽഹി സ്വദേശികളായ പർവീൻ ബാനു, സക്കീന ഫാത്തിമ എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിൽ കൊലപാതകം, കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ്. ഏപ്രിൽ 30 ഇരിക്കൂർ സ്വദേശിനി കുഞ്ഞാമിനെ ക്രൂരമായി കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെട്ട ഡൽഹി സ്വദേശിനികളായ പർവീൻ ബാനു, സക്കീന ഫാത്തിമ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. 2016 പ്രതികൾ വസ്ത്രവ്യാപാരികളെന്ന് പറഞ്ഞ് കുഞ്ഞാമിനിയുടെ വീടിന് തൊട്ടടുത്തുള്ള വാടക വീട്ടിൽ താമസിക്കുകയും കുഞ്ഞാമിനിയുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു. അതേ വർഷം ഏപ്രിൽ 30 രാവിലെ കുഞ്ഞാമിനിയെ പ്രതികളുടെ വാടക വീട്ടിൽ വെച്ച് കഴുത്തിനും വയറിനും നെഞ്ചത്തും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു. മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം കുഞ്ഞാമിനിയുടെ കഴുത്തിലുണ്ടായിരുന്ന 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും കയ്യിലുണ്ടായിരുന്ന ഒരു വളയും പണവും കവർച്ച ചെയ്ത് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ വയറിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി 19 ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തി. മായയിൽ തുണി തിരുകി പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു. കാൽമുട്ടുകളും തല്ലി തകർത്തു. മാലയും കമ്മലും ഉൾപ്പെടെ കുഞ്ഞാമിനെ ധരിച്ചിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. പാസ്പോർട്ട് ഓഫീസിൽ പോയ മക്കളായ അയൂബ്, ഉമ്മർ എന്നിവർ വൈകിട്ട് 6 മണിയോടെ തിരിച്ചെത്തിയ ശേഷം ഉമ്മയെ അന്വേഷിക്കുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവം നടന്ന ശേഷം പ്രതികൾ നാടുവിടുകയും ചെയ്തു. ഗുജറാത്തിലെ സൂറത്ത് സ്വദേശികളാണ് ഇവരെന്നാണ് ആദ്യം കരുതിയത്. തുണി വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് സംഭവത്തിന് 1 മാസം മുൻപാണ് 3 പേരും ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത്. എന്നാൽ ഇവിടെ നൽകിയിരുന്ന പേരും വിലാസവുമെല്ലാം വ്യാജമായിരുന്നു. ആദ്യം ലോക്കൽ പോലീസ് കേസിൽ മികച്ച രീതിയിൽ അന്വേഷണം നടത്തി. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് സംഘം പ്രതികളെ തേടി 8 സംസ്ഥാനങ്ങളിലെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുഞ്ഞാമിനിയുടെ കൊലപാതക കേസിൽ പ്രതികൾ ആരെന്ന് തിരിച്ചറിഞ്ഞതായി ഹൈക്കോടതിയിലടക്കം പോലീസ് പറഞ്ഞിരുന്നെങ്കിലും ആരെയും പിടികൂടാൻ സാധിച്ചുമില്ല. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ടും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും അന്വേഷണം ആരംഭിച്ചെടുത്ത് തന്നെ നിശ്ചലമായി. പിന്നീട് 2021 കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഒടുവിൽ കുഞ്ഞാമിനെ കൊല്ലപ്പെട്ട് 10 വർഷം തികയാനിരിക്കെയാണ് 2 പ്രതികളെ ക്രൈംബ്രാഞ്ച് വലയിലാക്കിയത്. അതേസമയം കേസിലെ 3-ാമനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 100ഓളം കവർച്ചാ കേസുകളിൽ പ്രതികളാണ് മൂവർ സംഘം. 2016 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ ഷൊർണൂർ, മാനന്തവാടി, തിരുവനന്തപുരം, ചാവക്കാട് എന്നിവിടങ്ങളിലും സംഘം തട്ടിപ്പ് നടത്തിയിരുന്നു. പ്രതികളിൽ ഒരാളായ സ്ത്രീ തൻ്റെ ഭർത്താവ് വിദേശത്താണെന്നും അവിടെ തുണി വ്യവസായമാണെന്നും ചെറിയ വിലയ്ക്ക് കമ്പിളി ഇറക്കിത്തരാമെന്നും പറഞ്ഞ് ഷൊർണൂർ സ്വദേശിയിൽ നിന്ന് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ്. കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങി 7 ഭാഷകൾ സംസാരിക്കുന്ന പ്രതികൾ കണ്ണൂരിനെ കൂടാതെ കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലും തെലങ്കാന, ആന്ധ്ര, കർണാടക, ഉത്തര സംസ്ഥാനങ്ങളിലും മാറി മാറി താമസിച്ച് പോലീസിന് പിടികൊടുക്കാതെ കഴിഞ്ഞ 10 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ പ്രതികളെ ഉജ്ജയിനിൽ നിന്നും മധ്യപ്രദേശ് പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.